ഇന്ത്യൻ ഫുട്ബോൾ സമ്പൂർണ്ണ പരാജയം എന്ന് പറഞ്ഞ് നമ്മൾ പാർട്ട് 1 ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതിനകത്ത് ഒരുപാട് നല്ല റെസ്പോൺസ് വന്നു. ഒരുപാട് പേര് അത് കണ്ടില്ല എന്ന് നടിച്ച് പോയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അതിന്റെ പാർട്ട് 2 ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികളാണെങ്കിലും ശരി, ഇന്ത്യക്കാരുടെ ഇടയിലാണെങ്കിലും കുറച്ചും കൂടെ ഫുട്ബോളിന് ഒരു ഇച്ചിരി സപ്പോർട്ടും ഒരു 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 ഐഡന്റിറ്റി ഒക്കെ കൊടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ISL ആണ് എന്നുള്ളതാണ്. ആ ISL ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഈ സീസൺ നടക്കോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിലാണ്. ചിലപ്പോൾ നടന്നേക്കാം. എന്തായാലും ഇന്ന് അതിന്റെ വിധി കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള സുപ്രീം കോടതി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. സംഭവം FSDLും AIFും തമ്മിലുള്ള ഒരു ചെറിയ ക്ലാഷ് ആണ് ഇതിനെല്ലാത്തിനും കാരണം. അവർ തമ്മിലുള്ള പുതിയ സ്ട്രക്ചറിലായാലും ശരി, പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ രാജ്യത്തെ ഫുട്ബോൾ ഡെവലപ്പ് ആവാനാണ് ഈ പറയുന്ന പോലുള്ള ലീഗും കാര്യങ്ങളും ഈ പറയുന്ന പോലെ ടൂർണമെന്റ് സംഭവങ്ങളും ഒക്കെ ചെയ്യുന്നത്. അതാണോ ശരിക്കും AIFFന്റെ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ദ മോസ്റ്റ് പ്രയർ ആയിട്ടുള്ള പോയിന്റ്? അങ്ങനെ ആയിരുന്നെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് നടത്താനുള്ളത് അവർ നേരത്തെ ചെയ്യേണ്ടതല്ലേ? ഈ ലാസ്റ്റ് മൊമെന്റ്സിലേക്കൊക്കെ ആയിരുന്നു ഇത് വെക്കേണ്ടിയിരുന്നത്. ഒരു ലീഗ്, എസ്പെഷ്യലി ISL പോലെ അത്യാവശ്യം ഇന്ത്യക്ക് ഫുട്ബോളിൽ കുറച്ചും കൂടെ ഒരു ഇത് കിട്ടുന്ന ലീഗിനെ നിർത്തി വെച്ചാൽ അത് ശരിക്കും ഇന്ത്യൻ ഫുട്ബോളിനെ ബാധിക്കില്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യൂ.